ഹലോ, ഗുഡ് മോർണിംഗ്. മലയാളിയുടെ സാമ്പത്തിക സാക്ഷരത വെറും വട്ടപൂജ്യമാണോ? ഞാനിങ്ങനെ ചോദിക്കുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഒരു സംസ്ഥാനമാണ്. മലയാളികൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉയർന്ന ഉദ്യോഗസ്ഥ തലങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. പോലീസോ ബാങ്കിങ്ങോ IT-യോ സൈബർ മേഖലയോ വിദ്യാഭ്യാസമോ എന്തുമാകട്ടെ, എല്ലാ മേഖലയിലും മലയാളികൾ അവരുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും മലയാളികൾ വിജയക്കൊടി പാറിച്ചിട്ടുണ്ട്. എന്നാൽ സാമ്പത്തിക തട്ടിപ്പുകളുടെ കാര്യം വരുമ്പോൾ ഈ പറഞ്ഞ അവകാശവാദങ്ങളെല്ലാം തീരെ അപ്രസക്തമായി പോകുന്നു. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വിജയക്കൊടി പാറിച്ച മലയാളി സാമ്പത്തിക കെണികളുടെ മുമ്പിൽ മൂക്കുകുത്തി വീണു പോകുന്നു. ലോകത്തിൽ ഒരിടത്തും ഇത്രമാത്രം സാമ്പത്തിക തട്ടിപ്പുകളിൽ അകപ്പെടുന്ന ഒരു ജനതയെ ഒരുപക്ഷെ കണ്ടെന്നു വരില്ല. ഇന്നലത്തെ പത്രത്തിൽ മാത്രം 2 സാമ്പത്തിക തട്ടിപ്പുകളാണ് വിവരിച്ചിരിക്കുന്നത്. 2ലും അകപ്പെട്ടിരിക്കുന്നത് ഓരോ മലയാളികൾ. ആദ്യത്തെ മലയാളിക്ക് വിദ്യാഭ്യാസ മേഖലയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് 25 ലക്ഷം രൂപയാണെങ്കിൽ, രണ്ടാമത്തെ മലയാളിക്ക് സൈബർ മേഖലയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് 26 കോടി രൂപയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? മലയാളിയുടെ സാമ്പത്തിക സാക്ഷരത വെറും വട്ടപൂജ്യമാണോ? ഇത് ജോസ് കാച്ചപ്പള്ളി. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ശുപാർശ ചെയ്യുക.